ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കൂളിലത്തേക്കുള്ള കുറച്ച് പർച്ചേസും അതുപോലെ തന്നെ ഗ്രോസറി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്, എനിക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് അയക്കുന്നൊരു സഹോദരിയാണ്. ജെന്നി ജോൺസൺ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിഷ് ചെയ്തേക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സഹോദരി ജെന്നി ജോൺസിന് വേണ്ടിയിട്ട് പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്, ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ആരോഗ്യ സൗഖ്യത്തോടെ എല്ലാവിധ നന്മകളോടെയും ഐശ്വര്യങ്ങളോടെയും ജീവിക്കാനായിട്ട് സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ സഹോദരിക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷസ് അറിയിച്ചേക്കണേ, മറക്കരുത് കേട്ടോ. അപ്പോൾ അത് രാവിലെ തന്നെ ഞാനൊരു പാഴ്സലാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഈ പാഴ്സൽ ശരിക്കും ഞാൻ കുറച്ച് ദിവസം മുന്നേ ഓർഡർ ചെയ്തിരുന്നതാണ്. മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളൊരു ഡെക്കോർ പീസാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ധൂപ് സ്റ്റിക്ക് ഒക്കെ വെക്കാൻ പറ്റുന്ന അതിനുള്ളൊരു ഹോൾഡറാണ്. അപ്പോൾ ഇത് നല്ലൊരു ഡെക്കോർ ഐറ്റം ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം, അല്ലാതെ നമുക്ക് ധൂപ് സ്റ്റിക്ക് വെച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് കൊണ്ടുവന്ന് നമ്മുടെ ഈ ഒരു ലിവിങ് റൂമിലെ ഹാളിൽ വരുന്ന എൻട്രി എൻട്രി പോർഷൻ അവിടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ 248 രൂപയാണ് റേറ്റ്. അപ്പോൾ ഈ ഒരു റേറ്റിന് വർത്തായിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, കളറൊക്കെ മാറുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ പറയാമേ. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും പൊട്ടറ്റോ കറിയുമാണ്. അപ്പോൾ ഞാൻ പൊട്ടറ്റോ കറി ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം കേട്ടോ. മിക്കവാറും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്, പക്ഷേ ഇത് എൻ്റെ ഫേവറേറ്റ് പൊട്ടറ്റോ കറിയാണ്. ഞാൻ ഒരുപാട് രീതിയിൽ പൊട്ടറ്റോ കറി ചെയ്യാറുണ്ടെങ്കിലും ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആൻഡ് ഈസി മെത്തേഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഒന്ന് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഒരു വലിയ സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അങ്ങനെ പേസ്റ്റ് അങ്ങനെ ചേർക്കുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ കൂടുതലായിട്ടും ഈ ചതച്ചത് തന്നെയാണ് ചേർക്കുന്നത്. അങ്ങനെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുക. പിന്നെ സവോളയ്ക്ക് പകരം വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം, പക്ഷെ സവോള ചേർത്തിട്ടാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കുക്കറിൽ ചെയ്യുന്നൊരു ഈസി പൊട്ടറ്റോ മസാലയാണ്. പല രീതിയിലും ഞാൻ പൊട്ടറ്റോ കറി ചെയ്യാറുണ്ടെങ്കിലും ഇത് നമുക്ക് സമയം ഇല്ലാത്തപ്പോഴൊക്കെ പെട്ടെന്നൊക്കെ ചെയ്തിട്ട് കിച്ചണിൽ നിന്ന് പുറത്ത് വരാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാം, അല്ലെങ്കിൽ ഡിന്നറിനോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല കറിയാണ് കേട്ടോ. ഇത് അത്യാവശ്യം എരിവൊക്കെ ഉള്ളൊരു കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് റൈസ് ബ്രാൻ ഓയിലും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ വെളിച്ചെണ്ണ കുറവായതുകൊണ്ടാണ് റൈസ് ബ്രാൻ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മുടെ സവോളയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ഈ കറി കുക്കറിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യുന്ന കറിയാണല്ലോ. അപ്പോൾ ഒരുപാടിട്ട് വഴട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് പോയി ഒന്ന് വാടി വന്നാൽ മതി. അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തർക്കും ഓരോ അളവിനാണല്ലോ ഇഷ്ടം. അപ്പം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ, നിങ്ങളുടെ അളവിനനുസരിച്ച്. പിന്നെ പൊട്ടറ്റോ നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഈ പച്ചമണം പോകുന്ന വരെ പൊടികളൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് കൂട്ടിയെടുക്കരുത്, പാകത്തിന് എടുത്താൽ മതി. കാരണം പൊട്ടറ്റോ ഒന്ന് മുങ്ങി നിന്നാൽ മതി. പിന്നെ ഒരു നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുക്കണം. കായപ്പൊടിയാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഗെയിം ചേഞ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കായപ്പൊടി ഇടുമ്പോഴാണ്. അതുപോലെ തന്നെ ഗ്യാസിന്റെ പ്രശ്നമുള്ളവർക്കും കായപ്പൊടി ഇടുന്നത് നല്ലതായിരിക്കും. ഞാൻ എപ്പോഴും പൊട്ടറ്റോയിൽ എന്ത് ചെയ്താലും ഒരു നുള്ളു കായപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. കുറേ ഇടരുത്, കുറച്ച് മാത്രമേ ഇടാവുള്ളൂ. അപ്പോൾ അത് അങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 വിസിൽ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ ഞാൻ നമ്മുടെ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അരച്ച് വെച്ചിട്ടുള്ള ദോശമാവിലാണ് ദോശ ചുട്ടേക്കുന്നത്. ഞാൻ സാധാരണ ആദ്യത്തെ 2-3 ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ദോശ തന്നെയാണ് കേട്ടോ. എല്ലാവരെയും പോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ചിലപ്പോൾ മസാല ദോശ ഉണ്ടാക്കാറുണ്ട്. മസാല ദോശ ഞാൻ കൂടുതലും ഡിന്നറിനാണ് ചെയ്യുന്നത്, കാരണം രാവിലെ എനിക്ക് അതിനുള്ള സമയം കിട്ടത്തില്ല. പിന്നെ ഞാൻ എന്തായാലും ഇപ്പം ചൂടായ കാരണം കൊണ്ട് കൈയോടെ തന്നെ ദോശയൊക്കെ ചുട്ടെടുത്ത് നമ്മുടെ കാസറോളിനകത്തേക്ക് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ ഇതുപോലെ പൊട്ടറ്റോ കറിയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ 3 വിസിലൊക്കെ പോയിട്ട് ആവിയൊക്കെ പോയതിന് ശേഷം നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി പൊട്ടറ്റോ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് വേണമെങ്കിൽ 1-2 പീസ് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്ത് കൊടുക്കുക. എല്ലാം ഉടച്ചെടുക്കണ്ട, വേണമെങ്കിൽ ഇത് ചെയ്താൽ മതി. നമുക്ക്
കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാനാണ് ഇങ്ങനെ ഉടച്ചിടുന്നത്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു നുള്ള് പെപ്പർ, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇടുന്നത് ഈ ചൂട് സമയത്ത് കുരുമുളക് കൂടുതൽ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ചൂട് കൂടും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതാണ് ഇട്ടത്. പിന്നെ ഞാൻ ഈ പൊട്ടറ്റോ കറി ചെയ്തപ്പോൾ ആദ്യമേ തന്നെ കടുകിന് പകരം പെരുംജീരകമാണ് ഇട്ടത്. അത് ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. പെരുംജീരകം ഇട്ടിട്ട് ഏത് കറി ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ. നമ്മൾ എന്ത് മസാലക്കറി ചെയ്യുമ്പോൾ, ഞാൻ ചിക്കനും മട്ടനും ഒക്കെ കറി വയ്ക്കുമ്പോൾ പെരുംജീരകം ഇട്ടാണ് താളിച്ചെടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു നമ്മുടെ കറിവേപ്പിലയുടെയും കൂടെ ടേസ്റ്റ് വരുമ്പോൾ നല്ല രുചിയായിരിക്കും കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ദോശയൊക്കെ ചുട്ടെടുത്തു, കറിയൊക്കെ റെഡിയാക്കി നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റായി, 10 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പോൾ ഈ വെക്കേഷൻ ആയ കാരണം കൊണ്ട് നല്ലോണം ലേറ്റായിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് സ്കൂൾ തുറക്കുന്ന മക്കൾ ആരൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. കുറേ സ്കൂളുകൾക്ക് ഇന്നാണ് സ്കൂൾ ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടു. അപ്പം നിങ്ങളുടെ മക്കൾക്കൊക്കെ ജൂൺ 1-ാം തീയതി തന്നെ സ്കൂൾ തുറന്നോ, അതോ നാട്ടിലില്ലാതെ പുറത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളോ ഇന്നാണോ ഓപ്പൺ ആയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ഗാർഡനിലേക്ക് വന്നിട്ടുണ്ട്. ഗാർഡനിലെ അവസ്ഥയൊക്കെ ഇപ്പോൾ വളരെ പരിതാപകരമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഈ ചെടിക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, മടിയായ കാരണം കൊണ്ടാണ്. മെയിനായിട്ട് നമ്മൾ ഈ പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ പിന്നെ തീരെ ഇവരെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നേ ഇല്ല കേട്ടോ. എൻ്റെ പുതിനയൊക്കെ ആകെ വാടി നിൽക്കുകയാണ്, മൊത്തം കരിഞ്ഞു പോയി. പിന്നെ എൻ്റെ മീൻ കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോയതിനെ എടുത്ത് കുഴിച്ചിടാനായിട്ട് ഞാൻ മറന്നുപോയായിരുന്നു കേട്ടോ. ഇതൊക്കെ ശരിക്കും കരുവാടായി പോയിട്ടുണ്ട് മീനൊക്കെ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കുഴിച്ചിടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ മരിച്ചു പോയിട്ടുള്ള എല്ലാ മീനിനെയും ഈ ചട്ടിയിൽ തന്നെയാണ് കുഴിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഈ 3 ഞാനെടുത്ത് കുഴിച്ചിടാനായിട്ട് മറന്നുപോയി. അപ്പം അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പെബിൾസ് എടുത്ത് ഒന്ന് മേലോട്ട് വെച്ചതാണ്. അപ്പോൾ നല്ല വിഷമമുണ്ട് മീനുകളൊക്കെ ഇങ്ങനെ ചത്തു പോകുന്നത് കൊണ്ട്. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് മനുഷ്യന് പോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ പിന്നെ മീനിൻ്റെ കാര്യം പറയണ്ടല്ലോ. കഴിഞ്ഞ ദിവസം അപർണയും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മീനിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വന്നിട്ട് ജേണൽ എഴുതുകയാണ്. അപ്പോൾ കുറേ നാളായി എപ്പോഴും വിചാരിക്കും, ഞാൻ എന്നും വിചാരിക്കും ഇന്ന് തൊട്ട് ജേണൽ റീസ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കിടക്കുമ്പോഴെങ്കിലും എഴുതണമെന്ന് വിചാരിക്കും. പക്ഷെ നല്ല മടിയാണ്, എനിക്ക് ഡയറി എടുക്കാനേ തോന്നുന്നില്ല കേട്ടോ. പക്ഷെ ഇന്ന് എന്തോ നല്ലൊരു മൂഡായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഡയറി എഴുതണമെന്നൊക്കെ തോന്നി. അങ്ങനെ വന്നിട്ട് കുറച്ച് ഒന്ന് എഴുതിയൊക്കെ വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ് ഞാൻ എപ്പോഴും എഴുതാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വേണ്ടി റെഡിയായി നിൽപ്പുണ്ട്. ഇതിനിടയിൽ തന്നെ ആമിയോട് ഞാൻ പറഞ്ഞു അവളുടെ സ്കൂൾ ബുക്കിലുള്ള എല്ലാത്തിലും ഒന്ന് ലേബലൊന്ന് ഒട്ടിക്കാനായിട്ട്, അതായത് നെയിം സ്ലിപ്പ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്ക് റാപ്പ് ചെയ്യുന്നത് ഗ്ലാസ് പേപ്പർ ഇട്ടിട്ടാണ്. അപ്പം ആദ്യമേ തന്നെ ആ ഒരു ലേബൽ ഒട്ടിക്കണം, അതിന് ശേഷം വേണം റാപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ അവളെ കൊണ്ട് ഞാൻ ലേബലൊക്കെ ഒട്ടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ നമ്മളൊന്ന് റെഡിയായി പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. ഇതിനിടയിൽ തന്നെ ഞാൻ തലേ ദിവസം ഇരുന്ന കുറച്ച് ചോറെടുത്ത് ഒന്ന് തൈര് സാദം പോലെ വെച്ചായിരുന്നു കേട്ടോ. തൈര് സാദവും പൊട്ടറ്റോ ഫ്രൈയും. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടോപ്പിനെ പറ്റിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, മീഷോയിൽ നിന്ന് മേടിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ ഇത് കോളർ ഉള്ളൊരു ടോപ്പാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല കോട്ടൺ തുണിയാണ്. കഴുകിയപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ പോയി. ഇതിന്റെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് ഗ്രേപ്പ് വൈൻ കളർ ഉണ്ടല്ലോ, ആ ഒരു കളറാണ് കേട്ടോ. ഫ്രണ്ടിൽ ഇങ്ങനെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഡിസൈനാണ് കേട്ടോ. പിന്നെ ഈ ചൂട് സമയത്ത് ഇടാൻ പറ്റിയ ഒരു ടോപ്പുമാണ്. ഞാൻ ഇട്ടേക്കുന്ന പാൻറ് വന്നിട്ട് ഞാൻ യൂസ്റ്റാറിൽ നിന്ന് ഒരുക്കി എടുത്തിട്ടുള്ള മോം ജീൻസാണ്. അതെനിക്ക് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ടോപ്പുകൾ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, കുറച്ച് ലൂസായിട്ടുള്ള ഒരു പാൻറ് ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ നേരെ വന്നേക്കുന്നത് ആമിക്ക് സ്കൂളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഷൂ ഒക്കെ മേടിക്കണമായിരുന്നു. വൈറ്റ് ഷൂവും ബ്ലാക്ക് ഷൂ ഒക്കെ. എല്ലാ വർഷവും പുതിയ ഷൂ ഞാൻ മേടിക്കാറുണ്ട് അവൾക്ക്, കാരണം കാലിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇത്തവണ നമുക്ക് സ്കൂൾ പർച്ചേസിങ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തവണ ഞാൻ അവൾക്ക് ലഞ്ച് ബോക്സ് എടുക്കുന്നില്ല എന്നും പറഞ്ഞ് പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ നാട്ടിൽ നിന്ന് അമ്മ വന്നപ്പോഴത്തേക്കും ഞാൻ ഓർക്കാതെ ഇവൾക്കുള്ള പാത്രമാണ് അമ്മയ്ക്ക് ചപ്പാത്തി കൊടുത്ത് വിട്ടത്. അപ്പോൾ അങ്ങനെ എന്തായാലും പുതിയത് മേടിച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നൊക്കെ ഞാൻ ഈ വ്ളോഗിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് സ്പെൻസർ പ്ലാസ വരെ പോകണമായിരുന്നു ഒരാവശ്യമായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയുള്ള സ്പെൻസറിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയുള്ളൊരു ഗീതം വെഞ്ചിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഞങ്ങളങ്ങനെ ചായ കുടിക്കുന്നതല്ല, പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി നല്ലപോലെ ചായക്ക് അഡിക്ഷൻ ആയിട്ടുണ്ട് പഴയതുപോലെ തന്നെ. അപ്പോൾ ഈ ചായ കുടിക്കുന്ന
കുടിക്കുന്ന ശീലം ഒഴിവാക്കി വെച്ചിരുന്നതാണ് കേട്ടോ. പക്ഷെ പുറത്ത് പോയാൽ ഓർക്കാതെ നമ്മളിങ്ങനെ കുടിച്ചു പോകും. എത്ര കൺട്രോൾ ചെയ്താലും ആ ഒരു സമയമാകുമ്പോൾ കുടിച്ചു പോകുന്നതാണ് കേട്ടോ. ഞാൻ കുറേ നാൾ ചായ കുടിക്കാതിരുന്നതാണ്. അപ്പോൾ ഈ ശീലങ്ങളൊക്കെ ഇനി മാറ്റണം ആമി സ്കൂളിൽ പോയതിന് ശേഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വടപ്പളനി വഴിയാണ് വന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ നഹ്ദി മന്തി എന്നൊക്കെ പറയുന്നൊരു ഷോപ്പൊക്കെ വരുന്നതിൻ്റെ ആ ഒരു ലൈനിൽ തന്നെയാണ്, അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റോപ്പിലാണ് ഈ ഒരു പുതിയൊരു ഷോപ്പ് കണ്ടായിരുന്നു കേട്ടോ. തലശ്ശേരി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിട്ട് ഞങ്ങളിതിപ്പോൾ 3ാമത്തെ തവണയാണ് വരുന്നത്. ഒരു പാഴ്സലും എടുത്തിട്ട് വന്നായിരുന്നു കേട്ടോ നൈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ കറിയാണ് മേടിച്ചത്. രാവിലത്തെ ദോശ മാവ് ഇരുന്നതുകൊണ്ട് അതിൽ ഞങ്ങൾ ദോശ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ചെറിയൊരു ഷോപ്പിംഗ് ആണ്, വലുതായിട്ടൊന്നും കാണിക്കാനില്ല. ആമിക്ക് കുറച്ച് റിബണും പിന്നെ ഒരു ചീപ്പും പിന്നെ എനിക്ക് 1-2 പൊട്ടൊക്കെ മേടിക്കണമായിരുന്നു കേട്ടോ. സ്റ്റിക്കർ പൊട്ടാണ് ഞാൻ എപ്പോഴും വെക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പൊട്ട് തീർന്നത് കൊണ്ട് ഞാനിപ്പോൾ ഒരെണ്ണം പുതുതായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹാൻഡ് കർച്ചീഫും പിന്നെ അതുപോലെ തന്നെ അവൾക്കുള്ള ലഞ്ച് ടവലും എടുത്തിട്ടുണ്ട്. ഹാൻഡ് കർച്ചീഫ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ തുണിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കോൾഡൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ലഞ്ച് ടവൽ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്, 5ഓ 6ഓ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം അവൾക്ക് ഓരോന്നായിട്ട് കൊടുത്തു വിടാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ദേ ഈ ഒരു ബോട്ടിലാണ് ഇത്തവണ എടുത്തിട്ടുള്ളത്. ഇത് ഡബ്ലിൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെതാണ്. ISI മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര നാൾ നിൽക്കുമെന്ന് അറിയത്തില്ല. എനിക്ക് നല്ല ടെൻഷനാണ് ഇത് ലീക്ക് ആവോ ഇല്ലയോ എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മിൽട്ടൻ്റെതാണ് എടുത്തത്. അപ്പോൾ അത് കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും ലീക്ക് ആയിട്ടുണ്ട് കേട്ടോ. അതിന് നല്ലൊരു മോഡലായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാമേ. പിന്നെ ലഞ്ച് ബോക്സ് ഞാൻ എപ്പോഴും അവൾക്ക് സ്റ്റീലിലുള്ളതേ എടുക്കാറുള്ളൂ കേട്ടോ. ഇവരുടെ സ്കൂളിൽ നിന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സ്റ്റീലിലുള്ള ബോക്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ബോട്ടിലും അതെ. പിന്നെ 1-2 സ്പൂണും ഫോർക്കും ഒക്കെ 2-3 സെറ്റ് എടുത്തിട്ടുണ്ട്. ഇവൾക്കിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന സ്റ്റീൽ പാത്രങ്ങളിൽ 2-3 എണ്ണം അവൾക്ക് സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അല്ലാതെ ലഞ്ച് ബോക്സും എടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം റെക്റ്റാങ്കിൾ ഷേപ്പും ഒരെണ്ണം റൗണ്ടഡ് ഷേപ്പാണ് കേട്ടോ. ഇപ്പം ഒരുപാട് മാർക്കറ്റുകളിൽ അവൈലബിൾ ആണല്ലോ ഈ പ്ലാസ്റ്റിക്കിലുള്ളതും ഫൈബറിലുള്ളതൊക്കെ. അപ്പോൾ എനിക്കത് എടുക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. കാരണം അതിൻ്റെ ഈ അടപ്പിൻ്റെ പോർഷനിൽ വാഷർ ഇരിക്കും. അപ്പോൾ നമ്മളത് എത്രയൊക്കെ ക്ലീൻ ചെയ്തു, എത്ര നന്നായിട്ട് ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞാലും അതിൻ്റെ ഇടയിലാണ് ഈ ഫുഡ് വേസ്റ്റ് കയറിയിരുന്നിട്ട് ജേംസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിങ്ങനെ കുട്ടികൾ ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും അവരുടെ വയറ്റിലേക്ക് പോവുകയും ക്രമേണ അവർക്ക് ഒരുപാട് അസുഖങ്ങൾ വരികയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത് ആമിയുടെ സ്കൂളിൽ നിന്ന് പറഞ്ഞു തന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഞാനും ഒരു റീൽസിലോ മറ്റോ ഒരു ഡോക്ടർ സംസാരിക്കുന്നത് കേട്ടായിരുന്നു. ഞാനൊരിക്കൽ നീതുവിനോടും പറഞ്ഞിരുന്നു മോൾക്ക് ലഞ്ച് ബോക്സ് എടുക്കുമ്പോഴേക്കും ഇങ്ങനത്തെ സാധാരണ നമ്മുടെ പഴയ പോലത്തെ ഇങ്ങനത്തെ സ്റ്റീൽ ബോക്സ് എടുത്താൽ മതിയെന്ന് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോടും അത് പറയുകയാണ്. ഇപ്പം പല അമ്മമാർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. കാരണം മക്കൾ കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു നിർബന്ധത്തിനൊക്കെ വഴങ്ങിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ഡിസൈൻ ഉള്ളതൊക്കെ എടുക്കുമായിരിക്കാം. അങ്ങനെ എടുക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാലും അത് ക്ലീൻ ആവത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ സേഫ്റ്റിക്കാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്റ്റീൽ പാത്രത്തിലേക്ക് മാറുന്നതാണ് നല്ലത് കേട്ടോ. ആമയെ സ്കൂളിൽ ചേർത്തിട്ട് ഇന്ന് വരെ ഞങ്ങൾ അങ്ങനത്തെ പാത്രത്തിൽ അവൾക്ക് കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം സ്കൂളിൽ നിന്ന് നല്ല വഴക്ക് കിട്ടും, അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഗ്രോസറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന ദിവസമാണ് കേട്ടോ. ശരിക്കും തലേ ദിവസം മേടിച്ചു. ഞാനിത് എടുത്ത് വെക്കാനുള്ള മടി കാരണം കൊണ്ട് പിറ്റേന്നാണ് ഇത് എടുത്ത് വെക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഗ്രോസറീസൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്കെടുത്ത് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. കാരണം അതിൽ എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണമല്ലോ. മാത്രമല്ല നമുക്ക് അവർ തരുന്ന ബില്ല് വെച്ചിട്ടൊന്നും കൂടി ഒന്ന് ഡബിൾ ചെക്ക് ഞാൻ എപ്പോഴും ചെയ്യും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അപ്പോൾ അതേ ഗ്രോസറീസ് എല്ലാം എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്തവണ ഞാൻ 1-2 പുതിയ ഐറ്റംസും കൂടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാനൊന്ന് കാണിക്കാമേ. അപ്പം ഞാൻ എപ്പോഴും നമുക്കറിയാമല്ലോ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ ജാഗരി പൗഡറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ബ്രൗൺ ഷുഗർ എന്നും പറഞ്ഞ് എടുത്തുകൊണ്ടിരുന്നത് അമൃതിൻ്റെ ഒരു ബ്രാൻഡിലാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മളോട് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലെ ആ പയ്യനാണ് പറഞ്ഞത് ജാഗരി പൗഡർ വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞ് തരുന്നതും ഈ മായം ചേർത്തതാണ്, നല്ലതല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ശർക്കര പൊടിയില്ലേ, ശർക്കര പൊടിച്ചത്, അതാണ് കേട്ടോ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞങ്ങളങ്ങനെ ചായ അധികം വീട്ടിലിട്ട് അങ്ങനെ കുടിക്കാറില്ല. പാൽ ചായ ഒട്ടും കുടിക്കില്ല, വല്ലപ്പോഴാണ്. ആമിക്ക് പക്ഷേ ഡെയിലി കട്ടൻ ചായ വേണം. അപ്പോൾ അവൾക്ക് ജാഗരി പൗഡർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. വൈറ്റ് ഷുഗർ മേടിച്ച് വെച്ചേക്കുമെങ്കിലും ഞാൻ അങ്ങനെ യൂസ് ചെയ്യത്തേ ഇല്ല കേട്ടോ. വല്ലപ്പോഴും റെയറായിട്ടാണ്, എന്നാലും ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും. പിന്നെ നമ്മുടെ ബിരിയാണി റൈസൊക്കെ എക്സ്ട്രാ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. കാരണം ആമിക്ക് ഈ 1 പോട്ട് റെസിപ്പീസാണ് കൂടുതലും ചെയ്തു കൊടുക്കുന്നത്. ബിരിയാണിയും ടൊമാറ്റോ റൈസും അങ്ങനെയൊക്കെ, കൈമ റൈസ്
അതുപോലെ ബിരിയാണി റൈസ്, പിന്നെ പൊന്നി റൈസ്, മട്ട റൈസ്, പച്ചരി, അങ്ങനെ റൈസിൽ തന്നെ ഞാൻ പല പല വെറൈറ്റി ആയിട്ട് ഓരോ കിലോ എക്സ്ട്രാ വെച്ച് മേടിച്ച് വെച്ചേക്കേ. പിന്നെ നമ്മുടെ പൊന്നി റൈസ് 5 കിലോ ആണ് എടുത്ത് വെക്കുന്നത്. നമ്മൾ ഈ ബിരിയാണി റൈസ് കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മറ്റേ റൈസ് വലുതായിട്ട് ചിലവാകത്തില്ല. പിന്നെ കുറേ നാളായി നമ്മൾ സ്നാക്സ് ഒക്കെ മേടിച്ചിട്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് മേടിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു പാക്കറ്റ് ചോക്ലേറ്റും കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആമിക്ക് സ്കൂളിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെയ് 9-നാണല്ലോ അവളുടെ ബർത്ത്ഡേ വരുന്നത്. അപ്പം സ്കൂൾ ഓപ്പൺ ചെയ്യുമ്പോഴല്ലേ അവർക്ക് മുട്ടായിയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്കൂൾ തുറക്കുന്ന ഫസ്റ്റ് ഡേ തന്നെ അവൾ കളർ ഡ്രസ്സിലാണ് പോകുന്നത്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾക്ക് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അതാത് സ്ഥാനത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ലാസ്റ്റ് നിമിഷം കിടന്ന് ഹറി ബറിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ കൊച്ചിലെ അങ്ങനെ ശീലിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അച്ഛനും ഞാനും അങ്ങനെയാണ് കേട്ടോ. ലാസ്റ്റ് നിമിഷം ഞങ്ങൾ ഹറിബറിയായിട്ട് പോകുന്ന ആൾക്കാരല്ല. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ ഒരു കൃത്യമായിട്ടൊരു കാര്യം ചെയ്യണമെന്ന് നേരത്തെ നമുക്കൊരു ഉദ്ദേശം കാണുമല്ലോ. അപ്പം നമ്മൾ അതിനനുസരിച്ച് നേരത്തെ കൂട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കും. കാരണം ലാസ്റ്റ് നിമിഷം നമുക്ക് എന്തെങ്കിലും അസൗകര്യം കാരണം വിചാരിച്ച കാര്യം നടക്കാതെ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് ഈ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഞാനത് ഓർത്തത്. ഇപ്പോൾ ആമിയുടെ ഈ റാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ ചെയ്ത് വെച്ചതിൻ്റെ കാരണം തന്നെ എനിക്ക് ഈ ലാസ്റ്റ് നിമിഷം സ്കൂളിൽ പോകുന്നതിൻ്റെ തലേന്ന് കിടന്ന് ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അവൾക്കിപ്പോൾ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കുറേ തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആദ്യം തൊട്ടേ എഴുതി തുടങ്ങിയിട്ടും ഈ ലാസ്റ്റാണ് തീർന്നത് പോലും. അപ്പോൾ ഈ സ്കൂളിൽ പോകുന്ന ദിവസമാണെങ്കിലും നമുക്ക് അതിൻ്റെ പുറകെ നടക്കാൻ പറ്റത്തില്ലല്ലോ. പ്രത്യേകിച്ച് നമ്മൾ അമ്മമാർക്കാണ് കൂടുതൽ റിസ്ക് അല്ലേ ഇത്തരം കാര്യങ്ങളിൽ. നമ്മൾ കുട്ടികളെ എത്രയൊക്കെ നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാലും അമ്മമാർ കൂടെ ഇരുന്നില്ലെങ്കിൽ ഈ പണികളൊന്നും നടക്കത്തുമില്ല. അപ്പം കിച്ചണിലെ പണികളും ചെയ്യണം, മറ്റു കാര്യങ്ങളും നോക്കണം, എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് പറ്റാത്തതുകൊണ്ട് ഞാൻ നേരത്തെ കൂട്ടി എല്ലാം ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രാവലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഒരു മാസം മുന്നേ അല്ലെങ്കിൽ 1-2 മാസം മുന്നേ തന്നെ ഞങ്ങൾ പ്രിപ്പയർഡ് ആവും കേട്ടോ. പ്രത്യേകിച്ച് ഈ ഹോട്ടലുകൾ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ വണ്ടി ബുക്ക് ചെയ്യുക, പാക്കേജ് എടുക്കുക, ഇതൊക്കെ. അപ്പം നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ ലാസ്റ്റ് നിമിഷം കിടന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ഞാനീ പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നും എന്തിനാണ് ഇത്രയും ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ഇതൊക്കെ ഫോളോ ചെയ്യുന്നത്, ആ സമയത്ത് ചെയ്താൽ പോരെയെന്ന്. പക്ഷെ എന്തോ എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് കേട്ടോ. അപ്പം എന്നോടൊപ്പം കൂടി എൻ്റെ ഹസ്ബൻഡും അങ്ങനെയായി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അരമണിക്കൂർ മുന്നേ എത്തേണ്ട കാര്യത്തിന് ഞങ്ങൾ 1 മണിക്കൂർ മുന്നേ എത്താറുണ്ട്. അതുപോലെ തന്നെ പുറത്തൊക്കെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഹസ്ബൻഡ് നേരത്തെ ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിരിക്കുന്ന സമയമാണെങ്കിൽ ഇവിടെ ആകെ പ്രശ്നം നടക്കും. കാരണം നമുക്ക് വീട്ടിലെ പണികളെല്ലാം ഒതുക്കിയിട്ടാണല്ലോ ഇറങ്ങാൻ പറ്റുക. അപ്പം കുറച്ചൊക്കെ ഒന്ന് ലേറ്റ് ആവും. പക്ഷെ എന്നാലും നമ്മൾ അരമണിക്കൂർ മുന്നേ തന്നെ എത്തേണ്ട സ്ഥലത്ത് എത്താറുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ചെന്നൈയിലാണെങ്കിൽ ട്രാഫിക് ജാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൃത്യസമയത്ത് നമ്മൾ ഇറങ്ങാൻ നിന്നാൽ ഒന്നും നടക്കത്തില്ല. പിന്നെ അതേ വിം ജെല്ല് നമ്മൾ ഇത്തവണ ഫ്ലോർ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ഈ ഒരു ഹെർബലിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടൊരു ലിക്വിഡ്. അപ്പോൾ ഇത് ഹെർബൽ കിച്ചൺ ക്ലീനറാണ്. ഇത് കണ്ടിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് പാറ്റയുടെ ശല്യം നല്ല പോലെ ഉണ്ട് കിച്ചണിൽ, പല്ലിയുടെ ശല്യമുണ്ട്. അപ്പോൾ ഞാനിത് മേടിച്ച് യൂസ് ചെയ്തപ്പോൾ എൻ്റെ കൗണ്ടർ ടോപ്പിൽ ഒരു പല്ലി കിടന്ന് കറങ്ങിയായിരുന്നു കേട്ടോ 2 ദിവസം കൊണ്ട്. അപ്പോൾ ഇത് അടിച്ചതിന് ശേഷം ആ പല്ലിയെ കാണാനില്ല. അപ്പം എനിക്ക് തോന്നുന്നു അത് വർക്കാവുന്നു. പക്ഷേ പാറ്റയുടെ കാര്യം ഒരു ഉറപ്പുമില്ല. പാറ്റ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അത് പോകുന്നുമില്ല. പിന്നെ അതേ ഈ ഒരു ഫേസ് മാസ്ക് മേടിച്ചിട്ടുണ്ട്. കുറേ ആയി ഫേസ് മാസ്ക് ഒക്കെ ഒന്ന് ഇട്ടിട്ട്. അപ്പോൾ വി കെയറിൻ്റെ ഒരു ബ്രാൻഡിലുള്ളൊരു അലോവേറ ഫേസ് മാസ്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതും കൂടി ഇന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതും കൂടി പറയാം. പിന്നെ ദേ വന്നിട്ട് വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൊണ്ടുവന്ന് വെളിയിൽ വെക്കുന്നുണ്ട്. അപ്പം കിച്ചണിലെ വേസ്റ്റും പിന്നെ റൂമുകളിലിരിക്കുന്ന വേസ്റ്റും എല്ലാം കൂടി ഞാൻ ഒറ്റ വലിയ കവറിലാക്കിയിട്ട് കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ബ്ലൂ കളറിലുള്ള വേസ്റ്റിൻ്റെ കവർ കണ്ടോ, ഗാർബേജ് ബാഗ്, ഇത് ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ആണ്. അപ്പം ഞാനിത് എപ്പോഴോ സ്പാറിൽ പോയപ്പോൾ മേടിച്ച് വെച്ചതാണ്. പിന്നെ അതേ ഞാൻ വന്നിട്ട് ഒന്ന് എൻ്റെ സെൽഫ് കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി. കുറേ നാളായി സെൽഫ് കെയർ ചെയ്തിട്ട്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞിരുന്നല്ലോ ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ ആ ഒരു പരാതി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദേ വന്നിട്ട് ഒന്ന് ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാർമസിയുടെ ബ്ലേഡാണ്. അപ്പോൾ ഞാനിത് 2 വർഷം മുന്നേ ആണ് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല കംഫർട്ട്
കംഫർട്ടബിളായി. പിന്നെ എനിക്ക് നല്ല ടെൻഷനോടെയാണ് ഞാനിത് ആദ്യമായിട്ട് ഫേസിൽ ഇങ്ങനെ ഹെയർ റിമൂവൽ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് അപ്പർ ലിപ്പിൽ ഹെയർ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഇത് മേടിച്ചത്. അപ്പം നല്ലപോലെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ശരിയാവോ ഇല്ലയോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവസാനം ഞാനിത് മേടിച്ചപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ മേടിച്ചാണ്. പ്രോഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാമേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഡൗൺവേർഡ് മോഷനിൽ വേണം ചെയ്യാനായിട്ട്, മേലോട്ട് ചെയ്യരുത്. ഹെയർ ഗ്രോത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യാൻ പാടില്ല കേട്ടോ ഈ നമ്മൾ ആ ബ്ലേഡ് യൂസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഒരു അലോവേറ ജെല്ല് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വേണം അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ത്രെഡിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട്. ത്രെഡിങ് ഒക്കെ ഒന്ന് ചെയ്തത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാനാണ്. ഐബ്രോ ഒക്കെ ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് മുന്നേയും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഫേസ് മാസ്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെക്കുമ്പോൾ നല്ല തണുപ്പാണ്, നല്ലൊരു കൂളിംഗ് ആണ് കേട്ടോ ഫേസിനൊക്കെ. പിന്നെ പ്രത്യേകിച്ച് ഈ കണ്ണൊക്കെ എനിക്ക് ചെറിയൊരു നീർക്കെട്ടുള്ള കാരണം കൊണ്ട് ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ണിന് നല്ല സുഖം തോന്നി. അപ്പോൾ ഇത് 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഈ ഒരു മാസ്ക് വെച്ച് കൊടുക്കാം. ഞാൻ കൂടുതലും ഹോം റെമഡീസ് ആണ് ചെയ്യുന്നത്. ഇത് കുറേ നാളായി ഇത് മേടിച്ചിട്ട് കേട്ടോ, 6 മാസത്തിൽ കൂടുതലായി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒന്ന് എടുത്തതാണ്. പിന്നെ ഇത് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഫേസിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ ജെല്ലൊക്കെ മുഖത്തൊന്ന് അപ്ലൈ ആയി വന്നതിന് ശേഷം നമ്മൾ ആ മാസ്ക് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബാലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസിലൊന്ന് പിടിപ്പിച്ച് കൊടുത്തിട്ട് അങ്ങ് വിടുവാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴുകി കളഞ്ഞേട്ടെ. എന്ത് ഓർമ്മയിലാണ് ഞാനിത് ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ അതെല്ലാം കഴുകി കളയുകയും ചെയ്തു. പിന്നെ എനിക്ക് വല്ലാതെ ഒരു ബുദ്ധിമുട്ടും തോന്നി. അപ്പോൾ ഇതെല്ലാം കഴുകി കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓർത്തത് അയ്യോ ദൈവമേ ഞാനിത് കഴുകി കളഞ്ഞില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കഴുകരുത് കേട്ടോ. അത് മുഖത്ത് തന്നെ അങ്ങനെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തലേന്ന് രാത്രി ചെയ്താൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഫേസിന് നല്ലൊരു ഗ്ലോ ആയിരിക്കും. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ പുറത്ത് പോകാൻ പോവാണ്. പെട്ടെന്നാണ് ഞാൻ ഈ മാസ്കിൻ്റെ കാര്യം ഓർത്ത് എടുത്ത് അപ്ലൈ ചെയ്തത്. അപ്പം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു സുഖം തോന്നി. ഫേസിന് ചെറിയൊരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ടൊന്നും അല്ല, എന്നാലും ആ ഒരു പഴയൊരു ഉറക്കച്ചടവൊക്കെ പോയിട്ടുണ്ട് മുഖത്തുനിന്ന്. പിന്നെ ഈ ഒരു ടോപ്പും ഞാൻ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. അപ്പോൾ ഇതും കോട്ടൺ തന്നെയാണ്. ഇതിൻ്റെ കളറും ലൈറ്റായിട്ടൊന്ന് പോയതേ ഉള്ളൂ, ഒരുപാടൊന്നും പോയിട്ടില്ല. ഇതൊരു വീനക്ക് വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ. അത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. മറ്റേതിൻ്റെ പോലെ തന്നെ ഏകദേശം സിമിലർ മോഡലാണ്. മറ്റേത് ഒരു കോളർ കുർത്തിയാണ്, ഇത് സാധാരണ കുർത്തിയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ വന്നേക്കുന്നത് VR ചെന്നൈയിലേക്കാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വീക്കെൻഡിലൊരു ഔട്ടിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആമിക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ സാറ്റർഡേ അവൾക്ക് സ്കൂൾ കാണും. അപ്പോൾ മിക്കവാറും നമ്മൾ സാറ്റർഡേസിൽ പുറത്തങ്ങനെ വരത്തില്ല, വല്ലപ്പോഴും ഒക്കെ സൺഡേസിൽ വരും. അപ്പോൾ എന്തെങ്കിലും ഇനിയിപ്പോൾ വെക്കേഷൻ കഴിയാൻ പോവാണല്ലോ, അതുകൊണ്ട് എന്തായാലും വരാമെന്ന് കരുതി. അപ്പം അങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിരുന്നപ്പോൾ ആമിയും ഹസ്ബൻഡും ഒക്കെ നല്ല വിശപ്പോടെയാണ് വന്നത്. എനിക്ക് നല്ല വിശപ്പൊന്നും ഇല്ലായിരുന്നു, കാരണം രാവിലെ ഞാൻ ദോശയൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് തീരെ വിശപ്പില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഇനിയിപ്പോൾ എന്തായാലും ലഞ്ച് വേണ്ട, അപ്പം ഇന്ന് ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് ഫലൂഡ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അത് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആമിക്കും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അത് ഷെയർ ചെയ്ത് കുടിച്ചു. പിന്നെ ഹസ്ബൻഡിന് എന്തോ ഒരു ജ്യൂസാണ് മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫലൂഡയെ പറ്റി എനിക്കൊരു കഥ പറയാനുണ്ട് കേട്ടോ. അപ്പം പണ്ട് ഞാനൊരു 8ലോ 7ലോ 8ലോ 9ലോ പഠിക്കുമ്പോഴാണ് എൻ്റെ അനിയനും എൻ്റെ ഒരു കസിൻ സിസ്റ്ററും കൂടി ഇതുപോലെ ട്രിവാൻഡ്രം സിറ്റിയിൽ പോയിട്ട് ഫലൂഡ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നായിരുന്നു കേട്ടോ. അത് ആ സമയത്താണ് ഇതിങ്ങനെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നൊരു സമയമാണ് കേട്ടോ, കുറേ വർഷം മുന്നെയാണ്. അപ്പോൾ ഇങ്ങനെ അവർ പോയി കഴിച്ചിട്ട് വന്നിട്ട് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊതിപ്പിച്ചായിരുന്നു. അപ്പം ഞാൻ അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു, എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഒരിക്കലും ഞാനത് കഴിച്ചിട്ടും ഇല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ നാട്ടിൻ പുറത്ത് ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ പെട്ടെന്ന് എപ്പോഴും സിറ്റിയിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഫലൂഡ കഴിക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് ഞാൻ ചെന്നൈയിൽ വന്നു. ചെന്നൈയിൽ വന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് ആദ്യമായിട്ട് ഞങ്ങളിങ്ങനെ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു എനിക്ക് ഫലൂഡ മേടിച്ച് തരുമെന്ന്. അപ്പം അന്ന് നമ്മൾ കയറിയ ഷോപ്പിൽ ഇല്ലാത്തതുകൊണ്ട് വേറൊരു ദിവസം ഞങ്ങൾ പോയി ഇങ്ങനെ കഴിച്ചായിരുന്നു. അങ്ങനെ അത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫലൂഡ ഭയങ്കര സംഭവമാണെന്നാണ് ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത്. പക്ഷെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ എപ്പോൾ ഈ ഫലൂഡ മേടിച്ചാലും എനിക്ക് ആ പഴയ ഓർമ്മകൾ വരാറുണ്ട്. അന്ന് ഞാൻ അനിയനുമായിട്ട് ഒരുപാട് വഴക്കൊക്കെ ഉണ്ടാക്കി, കരഞ്ഞ് ബഹളം വെച്ച്. അപ്പം ചെറുതായിരുന്നല്ലോ, അപ്പം സ്കൂൾ ടൈമിലുള്ളൊരു മെമ്മറിയാണത്. പിന്നെ നമ്മൾ നേരെ വന്നേക്കുന്നത് ബ്ലാസ്റ്റ് സിനിമ കാണാനാണ്. ആ സിനിമ ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് പെൺകുട്ടികളെ കാണിക്കേണ്ട സിനിമയാണ് കേട്ടോ, നല്ലൊരു സിനിമയാണ്. നിങ്ങൾ കണ്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്തേക്കും. അർജുൻ, അഭിരാമി അവരൊക്കെ ഉള്ള സിനിമയാണ് കേട്ടോ. കരാട്ടെ കുറിച്ചൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ആമി കരാട്ടെ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട്
കുറച്ചും കൂടി നമുക്ക് കണക്റ്റ് ആയി. അപ്പം നല്ലൊരു മൂവിയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ള കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ വന്നേട്ടോ. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.